ഹൈഡ്രേഷൻ, നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതല്ല, ശരീരം എത്രമാത്രം ഹൈഡ്രേറ്റഡ് ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ശരീരത്തിന്റെ ഫംഗ്ഷനിങ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് 100% നല്ലതാണെന്ന് ചിന്തിക്കേണ്ട. പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങും ഉള്ള ആൾക്കാരിൽ, മന്ത്ലി സൈക്കിൾ ഉള്ള ലേഡീസിന് ആ സമയത്ത് കൂടുതൽ വെള്ളം, തീർച്ചയായിട്ടും അവർക്ക് ദാഹം തോന്നുന്നുണ്ടാവും, തോന്നുന്നില്ലെങ്കിലും അവർ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. എക്സ്ട്രീം ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എന്തും നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പം നമ്മൾ പൊതുവെ മുഴുവൻ ഫുഡ്, ഹോൾ ഫുഡിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിനെ പറ്റി പറയേണ്ടത് ഹോൾ വാട്ടർ ആണ്. ആൽക്കലൈൻ വാട്ടർ നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ആൽക്കലൈൻ മെറ്റൽസ് അടങ്ങിയിരിക്കുന്ന വെള്ളമാണ് ആൽക്കലൈൻ വാട്ടർ. ഓക്സിജനെ ടിഷ്യൂ ലെവലിൽ, കോശങ്ങളിലേക്ക് ഓക്സിജനെ കൂടുതൽ അബ്സോർബ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റിനെയാണ് ബോർ എഫക്ട് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടും കാർബണേറ്റഡ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അവിടെയാണ് പെട്ടെന്ന് നമുക്ക് എനർജി ഫീൽ ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ് പ്രധാനമായിട്ട് കാർബണേറ്റഡ് വാട്ടറിനല്ല. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് എങ്ങനെയാണ്? ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന മറ്റു പല ഇൻഗ്രീഡിയൻസും കൊണ്ടാണ്. പ്രധാനമായിട്ട് ഷുഗർ. ഇന്നത്തെ ടോപ്പിക്ക് വെള്ളത്തിനെ പറ്റിയിട്ടാണ്. വെള്ളം ആണ് ജീവൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ ഞാനിപ്പോൾ അടുത്തിടെ വായിച്ച ഒരു ആർട്ടിക്കിൾ പറയുന്നത്, നമ്മൾ വെറും ഹൈഡ്രജൻ ആറ്റം മാത്രം ഒരു സ്ഥലത്ത് വെച്ചിട്ട് 13 ബില്യൺ ഇയേഴ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജീവൻ ഉണ്ടാവാൻ തുടങ്ങുന്നതാണ്. വെറും ഹൈഡ്രജൻ ആറ്റം മീൻസ് ആ ഹൈഡ്രജൻ ഓക്സിജനെ അട്രാക്ട് ചെയ്ത് അവിടുന്ന് വെള്ളം ഉണ്ടായി, അവിടുന്ന് തുടങ്ങുകയാണ് പുതിയ ജീവൻ. ഈ കൊടും ചൂടിൽ എന്ത് കുടിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എത്ര കുടിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ചൂടുവെള്ളം വേണോ, അല്ല ഇളം ചൂടുവെള്ളം വേണോ, മിനറൽ വാട്ടർ വേണോ, അതേ സമയത്ത് സ്പ്രൈറ്റ് പോലെയോ അല്ലെങ്കിൽ വെറും സോഡ പോലെയോ ഉള്ള കാർബണേറ്റഡ് വാട്ടർ വേണോ, ഫിൽറ്റേർഡ് വാട്ടർ വേണോ, അങ്ങനെ തുടങ്ങിയിട്ട് പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ല നല്ല തണുത്ത വെള്ളമാണോ നമുക്ക് സഹായമാവുക? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു ഉത്തരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ശ്രമിക്കുന്നത്. അതിന് ആദ്യം നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ബോഡിയിൽ ഏകദേശം എത്രമാത്രം വെള്ളമുണ്ട്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 to 70% ആണ് എല്ലാവരും പറയാറ്. അത് വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ട്രൂ. അതേ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 99% വെള്ളം അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റം ചേർന്നിട്ടുണ്ടായ മറ്റ് പല മോളിക്യൂൾസും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ ലെവലിൽ 99% നമ്മൾ വെള്ളമാണ്. ഓക്കെ, വെള്ളത്തിലാണ് എന്ന് പറയരുത്. സോ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ വെള്ളം ശരിയായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട്, ഇൻക്ലൂഡിങ് സ്പിരിച്വൽ അവയർനെസ് പോലും നമുക്ക് വരുന്നത് വെള്ളത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമാണ്. വെള്ളം ഡീഹൈഡ്രേറ്റ് ആയ ഒരാൾക്ക് സ്പിരിച്വൽ അവയർനെസ് പോലും കുറവായിരിക്കും. അതിനൊക്കെ ഒത്തിരി സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇത്രമാത്രം എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, വെള്ളം എവിടെയാണ് ഉണ്ടാവുക? സാധാരണ കോശങ്ങൾക്ക് അകത്തുണ്ടാവും, കോശങ്ങൾക്ക് പുറത്തും ഉണ്ടാവും. എല്ലാ കോശങ്ങൾക്കും, ശരീരത്തിനകത്തുള്ള എല്ലാ കോശങ്ങൾക്കകത്തും കോശങ്ങൾക്ക് പുറത്തും ഉണ്ടാവും. അതിന്റെ ബേസിക് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഏകദേശം ലിംഫ് അല്ലെങ്കിൽ ലിംഫ് നോഡ്സും ഒക്കെ കൂടിയിട്ട് അപ്രോക്സിമേറ്റ്ലി 94% വെള്ളമാണ്. കിഡ്നീസ് 83% വെള്ളമാണ്. ജോയിൻസിനും ഏകദേശം 83% വെള്ളമുണ്ട്. ലങ്സ്, മസിൽസ്, അതുപോലെ തന്നെ ഏറ്റവും കുറവ് വെള്ളം ഒരുപക്ഷെ എല്ലുകളിലായിരിക്കും. ബാക്കി എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാ വ്യവസ്ഥകളിലും നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% മുകളിൽ വെള്ളം തന്നെയാണ്. ഓക്കെ, സോ ഇൻക്ലൂഡിങ് ബ്രെയിൻ കേട്ടോ. ബ്രെയിൻ ശരിക്കും നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും ആദ്യം ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് എന്നറിയാവുന്ന ഏറ്റവും ആദ്യത്തെ അവയവം ഒരുപക്ഷെ ബ്രെയിൻ ആയിരിക്കും. കാരണം പല ആൾക്കാരിലും ഒരുപക്ഷെ തലവേദനയുടെ സിംറ്റംസോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇറിറ്റേഷനും ഇറിറ്റബിലിറ്റി, മറ്റ് ഓർമ്മക്കുറവ്, അങ്ങനെയുള്ള ചില സിംറ്റംസ് ഒക്കെയാണ് അതിന് അങ്ങനെയുള്ളവരിൽ കാണിക്കുകയും ചെയ്യുക. എന്തിനാണ് വെള്ളം? വെള്ളം നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ കോശങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ബ്ലഡ് സ്ട്രീം, അതിന്റെ നല്ല ഒഴുക്കിന് വേണ്ടിയിട്ട്. ബ്ലഡ് എന്തിനാണ് വേണ്ടത്? നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ ന്യൂട്രീഷനും എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എല്ലാ കോശങ്ങളിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ പുറത്തേക്ക് എലിമിനേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടിയിട്ടും കൊണ്ടുപോകുന്ന ഒരുപക്ഷെ ഫ്ലൂയിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബ്ലഡ്. അത് പല വകഭേദങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നതെന്ന് മാത്രം. യൂറിനായാലും സ്വെറ്റായാലും, സ്വെറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തു പോകുന്നത്, യൂറിനിലല്ല. മീൻസ് ആ ഒരു രീതിയിൽ എലിമിനേഷൻ ഓഫ് വേസ്റ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ അകത്തുള്ള ടെമ്പറേച്ചറും ശരീരത്തിന് പുറത്തുള്ള ടെമ്പറേച്ചറും ബാലൻസ് ചെയ്യണം.
ഹോമിയോസ്റ്റാസിസ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഹോമിയോസ്റ്റാസിസിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. സ്കിന്നിന്റെ മോയ്സ്ചറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ടൈറ്റ്നെസ്സും അതിന്റെ ഗ്ലോവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മ്യൂക്കസൽ മെംബ്രെയിൻസിനും വേണം. ശരിക്കും നമ്മുടെ കൊളാജൻ, എലാസ്റ്റിൻ ഫൈബേഴ്സ് കൂടാതെ, അത് രണ്ടും പ്രോട്ടീൻ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ അത് കൂടാതെ വേണ്ടത്ര അളവിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ആ മോയ്സ്ചറിങ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ക്രാക്ക് ഒക്കെ ഉണ്ടാവും. ഈവൻ ഡാൻഡ്രഫ് വരുന്ന പല ആൾക്കാരിലും വെള്ളം കുടിക്കുന്ന ഡീഹൈഡ്രേറ്റഡ് ലെവലിലാണ് പലരിലും ഡാൻഡ്രഫ് പോലും വരുന്നത്. ലൂബ്രിക്കേഷൻ ഓഫ് ജോയിന്റ്സിനെ പറ്റി നേരത്തെ നമ്മൾ കണ്ടു. 83% ജോയിന്റ്സിൽ വെള്ളമാണ്. ഈ ജോയിന്റ്സിന്റെ ലൂബ്രിക്കേഷൻ മാത്രമല്ല, ഈവൻ അതിന്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടും വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UTI, കോൺസ്റ്റിപ്പേഷൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. UTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് വെള്ളം. നമ്മളെ സംബന്ധിച്ച് വെള്ളം പൊതുവെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കണ്ണുകളിൽ, അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിലെ ഫീറ്റസിന്, ആ എംബ്രിയോ അല്ലെങ്കിൽ ആ ഒരു വളർന്നു വരുന്ന ഭ്രൂണത്തിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. സ്പൈനൽ കോഡിലെ വെർട്ടിബ്ര ഉണ്ടല്ലോ, അതിലെ സ്പൈനൽ കോഡ് സുഷുമ്നയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലെവലിലും അതിന്റെ ആ ഒരു ഷോക്ക് അബ്സോർബിങ് എഫക്ട് കൊടുക്കും. ഓൾമോസ്റ്റ് എല്ലാ ജോയിന്റ്സിലും ഈ ഒരു എഫക്ട് പൊതുവെ വെള്ളത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എത്ര വെള്ളം കുടിക്കണം? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. പല ആൾക്കാരും പല രീതിയിൽ സജസ്റ്റ് ചെയ്യും. വന്നിട്ട് അതിന്റെ ഒരുപക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് ആണ് ട്രെൻഡ്. അപ്പം പല ആൾക്കാരും അവരവർക്ക് തോന്നുന്ന രീതിയിൽ പറയും. 30 കിലോ ഭാരത്തിന് 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്നോ, 20 കിലോ ഭാരത്തിന് 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്നോ ഒക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു ഭാരത്തിന് മാത്രം കണക്കാക്കേണ്ട കാര്യമല്ല അത്. ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണ് അതിനനുസരിച്ച് നമ്മുടെ വെള്ളം കുടിക്കേണ്ട അളവിന് വ്യത്യാസം ഉണ്ടാവും. ഹൈ ഫൈബർ ഡയറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത്രയും ഫൈബർ അടങ്ങിയ ഭക്ഷണമാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൂടുതൽ കഴിക്കണം. ആക്ച്വൽ ഫൈബറിന്റെ ശരിയായ വർക്ക് നടക്കുന്നത് പോലെ മില്ലറ്റ്സിനെ പറ്റിയിട്ടുള്ള കഴിഞ്ഞ സെഷനിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫൈബറിന്റെ ശരിയായ വർക്ക് നടക്കുന്നത് വേണ്ടത്ര അളവിൽ വെള്ളം ഉള്ളപ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മൾ നല്ല സോലുബിൾ ഫൈബർ ആണ് കഴിച്ചതെങ്കിൽ ഓൾമോസ്റ്റ് 3 to 4 ഗ്രാം ഫൈബറിന് അപ്രോക്സിമേറ്റ്ലി 300 to 350 ml വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെയുള്ള ഒന്നാണ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ ഇത് രണ്ടുമാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ ഹോട്ടാണ്, ഹ്യൂമിഡ് അല്ല. ഹ്യൂമിഡിറ്റി അവിടെ കുറച്ച് കുറവാണ്. ഈ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് തീർച്ചയായിട്ടും കൂടേണ്ടി വരും. അതുപോലെ തന്നെ ഡയേറിയ, വോമിറ്റിംഗ് ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. നമ്മുടെ ചില ആളുകളിലുള്ള ബോഡി ടൈപ്പ്, പ്രത്യേകിച്ചും പെട്ടെന്ന് സ്വെറ്റിങ് കൂടുതൽ വരിക, അങ്ങനെയുള്ള ആൾക്കാരിൽ തീർച്ചയായിട്ടും അവരുടെ വാട്ടർ കൺസംഷൻ കൂടേണ്ടതുണ്ട്. പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, നേരത്തെ എംബ്രിയോനെ പറ്റി പറഞ്ഞെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസിയെ പറ്റിയാണ് പറയുന്നത്. പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങും ഉള്ള ആൾക്കാരിൽ, മന്ത്ലി സൈക്കിൾ ഉള്ള ലേഡീസിന് ആ സമയത്ത് കൂടുതൽ വെള്ളം, തീർച്ചയായിട്ടും അവർക്ക് ദാഹം തോന്നുന്നുണ്ടാവും. തോന്നുന്നില്ലെങ്കിലും അവർ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിങ്. ഈ രണ്ട് കണ്ടീഷനിലും ആ ലേഡിയുടെ ഉള്ളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒത്തിരി ഫ്ലൂയിഡ്സ് പോവാണ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് പോകുന്ന സമയത്ത് അതിനനുസരിച്ച് തന്നെ കൂടുതൽ വെള്ളം, ഫ്ലൂയിഡ്സ് അകത്തേക്ക് ചെന്നില്ലെങ്കിൽ അത് ഇഷ്യൂ ഉണ്ടാകും. ആൻഡ് പ്രഗ്നൻസി എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എത്ര വന്നിരുന്നോ അതിനേക്കാൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമുള്ള ഒരു സമയമാണ് പ്രഗ്നൻസി. കാരണം ആ ഒരു ഫീറ്റസിനെ, ആ ഒരു കുഞ്ഞിനെ, വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പൂർണ്ണമായിട്ടും ഫീഡ് ചെയ്യുന്നതും ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്നതും, അതുപോലെ തന്നെ അവിടുന്ന് പുറത്തേക്ക് പോകേണ്ട വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്നതും ഇതേ അമ്മയുടെ ബ്ലഡ് തന്നെയാണ്. അപ്പൊ അവിടെയും തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ട്. ആൻഡ് വേറൊരു കണ്ടീഷനാണ് നമ്മൾ കഴിക്കുന്ന മറ്റ് ബിവറേജസ് എന്തൊക്കെയാണ്, ലൈക്ക് ആൽക്കഹോൾ, കോഫി ഇതുപോലെയുള്ളതൊക്കെ. അതിന്റെ കാരണം ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. എന്തൊക്കെ തരത്തിലുള്ള ബെവറേജസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ആ ബെവറേജസ് നമ്മൾ വെള്ളം കുടിക്കുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ആവരുത്. അവിടെയാണ് നമുക്ക് ശരിയായ രീതിയിൽ ആ ഒരു ഹെൽത്ത് കൊണ്ടുപോകാൻ പറ്റുക. എപ്പോഴൊക്കെ വെള്ളം കുടിക്കാം, എപ്പോഴൊക്കെ നമ്മൾ ദാഹിക്കുന്നുണ്ടോ, ഏർലി മോർണിംഗ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 200 to 250 ml വെള്ളത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 മണിക്കൂർ, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ ആദ്യത്തെ 10 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 4 മണി ആവുമ്പോഴേക്കോ 5 മണി ആവുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് വേണ്ട വെള്ളം അപ്രോക്സിമേറ്റ്ലി അതിനൊരു ചെറിയ കാൽക്കുലേഷൻ നമുക്ക് പറയാമെങ്കിൽ 200 മുതൽ 250 ml വരെ വെള്ളം ഓരോ മണിക്കൂറിലും കുടിക്കുകയാണെങ്കിൽ ആ 10 മണിക്കൂർ കൊണ്ട് അദ്ദേഹം 2.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അത് മുഴുവൻ ദിവസത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഫലപ്രദമായിരിക്കും. ആൻഡ് 5 മണിക്ക് ശേഷം നമ്മൾ കഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറക്കുക, അല്ലെങ്കിൽ സിപ്പായിട്ട് കുടിക്കുക. ദാഹിക്കുന്നുണ്ട്, ഓക്കെ, ഒരല്പം വെള്ളം കുടിക്കുക. ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് വേറൊരു പ്രധാന മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്, ഇൻക്ലൂഡിങ് എൽഡേഴ്സ്, പ്രായമായവരിൽ പോലും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിലും അവരിൽ പിന്നീട് രാത്രിയിൽ എഴുന്നേറ്റിട്ട് മൂത്രമൊഴിക്കാൻ പോകണം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കുറച്ച് കുറയുന്നുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ സ്റ്റൊമക്കിലേക്ക് വെള്ളം എത്തുമ്പോൾ, ആമാശയത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് യൂറിനറി ബ്ലാഡറിനെ ഒന്ന് ടച്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ യൂറിനറി ബ്ലാഡർ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും, മൂത്രമൊഴിക്കാനുണ്ട്, ഞാൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് നിറഞ്ഞതുകൊണ്ട് ആയിരുന്നില്ല സ്റ്റൊമക്കിലേക്ക് വെള്ളം എത്തിയത്, ഈ സ്റ്റൊമക്കാണ് അവിടെ ബ്ലാഡറുമായിട്ട് ടച്ച് ആവുന്നത്. അപ്പൊ അങ്ങനെ ഒരു എഫക്റ്റ് പൊതുവെ ഉണ്ടാവാറുണ്ട്. അതാണ് പല ആൾക്കാരിലും പ്രായം കൂടുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റിട്ട് മൂത്രമൊഴിക്കാൻ പോകേണ്ട ആവശ്യം വരുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം പ്രത്യേകിച്ചും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറക്കുക. അതുപോലെ തന്നെ അത് ഒരുമിച്ച് കുടിക്കുന്നതിന് പകരം സിപ്പായിട്ട് കുടിക്കുക, വളരെ കുറച്ച് മാത്രം കുടിക്കുക. പ്രത്യേകിച്ചും നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ്, കുളിക്കുന്ന സാധാരണ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും നമ്മുടെ ശരീരത്തിനകത്തുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചറും ഏകദേശം ഒരു ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഏറ്റവും എളുപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നതായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കുളിക്കുന്നത് വളരെ ബെനിഫിറ്റഡ് ആണ്. അതുപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷവും ഹെവി വർക്കൗട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ വർക്കൗട്ടിന് ഇടയിലും, അല്ലെങ്കിൽ മാരത്തൺ റണ്ണേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ അതിനിടയിലും പ്ലെയിൻ വാട്ടർ കുടിക്കുന്നത് വളരെ ബെനിഫിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, കിടക്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരല്പം വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡിയുടെ റിപ്പയർ വർക്കിന് വളരെ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ എപ്പോഴാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത്? അങ്ങനെ ഒരു സമയമുണ്ടോ? തീർച്ചയായിട്ടും. അത് പറയുന്ന പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുകൂടാന്ന് പറഞ്ഞിട്ട് കുറേ വെള്ളം അങ്ങ് കുടിക്കുക. ഒരു ബോട്ടിൽ വെള്ളമൊക്കെ അപ്രോക്സിമേറ്റ്ലി 500 to 700 ml വെള്ളം ഒറ്റ നെപ്പിന് കുടിച്ച് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും കുടിക്കേണ്ട ആവശ്യം അയാൾ എന്തിനാ അത്രയും കാത്തു നിന്നാ മനസ്സിലാവാത്തത്. ഇനി അങ്ങനെ ഒരു ദാഹം വന്നിട്ടാണെങ്കിൽ അതൊരു ശീലത്തിന്റെ ഭാഗമാവാം. അങ്ങനെ ഒരു ദാഹം വരുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ എക്സസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഈവനിങ് അവേഴ്സിൽ അത് നമുക്ക് വെള്ളം ഗൾപ്പ് ചെയ്യുന്നതിന് സിപ്പായിട്ട് കുടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ദാഹിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കാം. ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഭക്ഷണത്തിന്റെ കൂടെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നമ്മൾ കൂടുതൽ ചവച്ചു കഴിഞ്ഞാൽ ഓൾറെഡി സലൈവ ഉണ്ട്. ഈ സലൈവ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വേണ്ട ഫ്ലൂയിഡിറ്റി, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ട ഒരു ഫ്ലൂയിഡ് ഓൾറെഡി കൊടുക്കുന്നതുകൊണ്ട്, ഒരു എൻസൈം ആക്ഷൻ കൂടാതെ ഒരു ഫ്ലൂയിഡ് എഫക്റ്റ് കൂടി കൊടുക്കുന്നതുകൊണ്ട് നന്നായി ചവക്കുന്നത്, ഒരു 15 to 20 ടൈംസ് എങ്കിലും ചവക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓർഗന് എക്സ്ട്രാ ലോഡ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ലൈക്ക് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരിൽ, ഡയാലിസിസ് ചെയ്യുന്നവരിലൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് വീണ്ടും ലോഡ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവര് വെള്ളം കുടിക്കുന്നതിന് ആസ് പെർ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച്, സജസ്റ്റ് ചെയ്തതിനനുസരിച്ച് പോവുക. ഓക്കെ, സോ ഹൈഡ്രേഷൻ എന്താണ് ശരിക്കും? വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു. ഈ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് ആക്ച്വലി നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്ന സമയത്ത് അത് ജസ്റ്റ് ഒരു വെള്ളമല്ല, അത് ഒരു ഫ്ലൂയിഡ് ആയിട്ടാണ് മാറുന്നത്. ശരീരത്തിന്റെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനൊക്കെ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ഹൈഡ്രേഷൻ, നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതല്ല, ശരീരം എത്രമാത്രം ഹൈഡ്രേറ്റഡ് ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ശരീരത്തിന്റെ ഫംഗ്ഷനിങ് ഉണ്ടാവുക. നേരത്തെ കുറെ ഡ്രിങ്കിങ് വാട്ടർ പറഞ്ഞു. അപ്പൊ അതിനകത്തൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്? ഇംപ്രൂവ്സ് പെർഫോമൻസ്. ഓവറോൾ നമ്മുടെ ശരീരത്തിന്റെ പെർഫോമൻസ് ബെറ്റർ ചെയ്യും, ശരീരത്തിന്റെയും മനസ്സിന്റെയും. ഓക്കെ, ട്രാൻസ്പോർട്ട്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ. ഇത് രണ്ടും ഏതിലൂടെയാണ് പോകുന്നത്? ബ്ലഡിൽ കൂടെ. അപ്പൊ ബ്ലഡിൽ കൂടെ ബ്ലഡിനകത്ത് വേണ്ടത്ര അളവിൽ വെള്ളം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്രിയൻസ്, പ്രത്യേകിച്ചും വാട്ടർ സോലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിന് ആ ഒരു രീതിയിൽ
കോശത്തിനകത്തേക്ക് പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി പോലെയുള്ളവർ. റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽസ്. അഗൈൻ ഇതും വാട്ടർ സോലുബിൾ ആണെങ്കിൽ ആ വെള്ളത്തിന്റെ കൂടെ കോശത്തിനകത്തേക്കും വെള്ളം പോകുന്നുണ്ട്, കോശത്തിന് പുറത്തേക്കും വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളത്തിൽ കൂടെ വേണ്ടത്ര അളവിലുള്ള വെള്ളം ഇല്ലെങ്കിൽ വേസ്റ്റ് പുറത്തേക്ക് പോകാൻ സാധ്യത കുറയുന്നുണ്ട്. ലൂബ്രിക്കേറ്റ്സ് അവർ ജോയിന്റ്സ് ആൻഡ് ഓർഗൻസ്. എല്ലാ ഓർഗൻസിനും ഈ ഒരു ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. ആൻഡ് ഹൗ ഡസ് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഇംപ്രൂവ് യുവർ ഗട്ട് ഹെൽത്ത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിരുന്നു ഗട്ട് ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യം. ഈ കുടലിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിന്റെ ശരിയായ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അത് ജസ്റ്റ് തൊണ്ടയിൽ മാത്രമല്ല, നമ്മൾ ആ ഒരു തൊണ്ടയ്ക്ക് എന്തെങ്കിലും കനം തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത്. പക്ഷെ അതിന് പകരം ശരീരത്തിനകത്ത് ആ കൈം ഫോർമേഷൻ, നമ്മുടെ ഭക്ഷണം എത്തിയിട്ട് എൻസൈംസുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന ആ കൈം എന്ന് പറയുന്ന അതിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടും അതിനുശേഷം അതിന്റെ കംപ്ലീറ്റ് മൂവ്മെന്റ് അപ് ടു റെക്ടം, മലദ്വാരം വരെയുള്ള അതിന്റെ മൂവ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ആകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഫൈബറിന്റെയും എഫക്ട് വരുന്നത്. ഫുഡ് ശരിയായ രീതിയിൽ മെറ്റബോളൈസ് ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യാനും വേണ്ടത്ര അളവിൽ വെള്ളം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ശരീരത്തിനകത്ത് പ്രത്യേകിച്ചും സ്റ്റൊമക്കിൽ ഇൻഫ്ലമേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് വീക്കമാണ് അല്ലെ? ഈ വീക്കം വരാനുണ്ടായ സാഹചര്യങ്ങളെ ആക്ച്വലി ഡൈലൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗട്ടിന്റെ ലീക്കി ഗട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ആ പെർമിയബിലിറ്റി ഉള്ള ഒരു ഗട്ടാണ് സാധാരണഗതിയിൽ. ഈ പെർമിയബിലിറ്റി കട്ടായിട്ട് സെമി പെർമിയബിലിറ്റി കട്ടായിട്ട് ആ പെർമിയബിൾ ഗട്ടാവുന്ന മീൻസ് എന്തിനേയും അകത്തേക്ക് കയറ്റി വിടുന്ന രീതിയിലുള്ള നമ്മുടെ വയറ്റിൽ നിന്ന് ബ്ലഡ് സെൽസിലേക്ക് വേണ്ടത്ര ന്യൂട്രീഷനും ഒക്കെ പോകണമല്ലോ, അതിന്റെ ഒരു ഇംബാലൻസ് വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് എന്തും കയറി ചെല്ലാം എന്ന കണ്ടീഷൻ വരുന്ന ലീക്കി ഗട്ട്. അങ്ങനെയുള്ള പെർമിയബിലിറ്റി പോയിട്ടുള്ള ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈവൻ ഈ ഒരു വെള്ളത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ഈ ബ്രെയിനിന്റെ ശരിയായ രീതിയിലുള്ള വർക്കിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും വെള്ളം ആവശ്യമുണ്ട്. ശരിക്കും 2%, വെറും 2% ഡീഹൈഡ്രേഷൻ ആവുമ്പോഴേക്ക് തന്നെ പല ആൾക്കാരിലും കാണുന്ന ചില പ്രധാനപ്പെട്ട ഇഷ്യൂസ്, ഒന്ന് ഹെഡേക്ക് ആണ്, രണ്ടാമത്തത് ആങ്സൈറ്റി വരും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കോപം വരാം, പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ വരും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ടു റിലാക്സ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാവരും പറയാറ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. ആക്ച്വലി അത് മാത്രമല്ല, ആ വെള്ളം ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അതിന് ബ്രെയിനിന് അത് എഫക്ട് അറിയുകയും ചെയ്യും. ഇത് എപ്പോഴും സാധാരണഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇതുപോലെയുള്ള എൻവയോൺമെന്റ്, നമ്മുടെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പുറത്ത് ചൂടാണെങ്കിൽ, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ അന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് വൈകിട്ട് ആകുമ്പോഴേക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നോർമലി നിങ്ങൾ കുടിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവാകാനാണ് സാധ്യത. പല കാരണങ്ങൾ കൊണ്ടാവാം. ഒരുപക്ഷെ വാഷ്റൂം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതിന് വേറെ ആരും, മീൻസ് പല ഇഷ്യൂസ് ഉണ്ടാവാം, ഒരുപക്ഷെ ഹൈജീൻ പ്രോബ്ലം ഉണ്ടാവാം. ഇതൊക്കെ ആണെങ്കിൽ പോലും ശരീരത്തിന് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ശരീരം അഡാപ്റ്റ് ചെയ്യുകയായിരിക്കും, പക്ഷെ അതിനനുസരിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ വെള്ളം, ആ ഫ്ലൂയിഡ് ബാലൻസ് ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥ കൊണ്ട് ഉണ്ടാവുന്നത്? ഒന്ന്, ദാഹം തോന്നും. രണ്ടാമത്തത്, പല ആൾക്കാരിലും ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ നമ്മളൊന്ന് ചുണ്ട് നനച്ചു കൊടുക്കും, അല്ലെ? നാവ് കൊണ്ട് തന്നെ ചുണ്ട് നനക്കും. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. മൂത്രത്തിന്റെ കളറ് നോർമൽ യെല്ലോ കളറിൽ നിന്ന്, ഒരു പെയിൽ യെല്ലോ കളറിൽ നിന്ന് ഡാർക്ക് യെല്ലോയിഷ് രീതിയിലേക്ക് മാറുന്നുണ്ടാവും. പല കാരണം കൊണ്ട് ഉണ്ടാവാം. ഈവൻ ബ്ലഡ് സെൽസിന്റെ ലോസ് കൂടുന്ന സമയത്തും ഒക്കെ അതുണ്ടാവാം. മൂത്രത്തിൽ കൂടി അങ്ങനെ ഡെഡ് സെല്ല് പോകുമല്ലോ, അപ്പോഴും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ ആ ഒരു കളറേഷൻ വരുന്നതിന്റെ അളവ് മൂത്രത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, കൂടെ ഉണ്ടാവാം. അതുപോലെ തന്നെ യൂറിന്റെ അളവ് കുറയാം. ഡ്രൈ സ്കിൻ, മൊത്തത്തിൽ ആ സ്കിന്നിന്റെ ഡ്രൈനെസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡേക്ക് ഉണ്ടാവാം. ഫാറ്റിക്, ക്ഷീണം പെട്ടെന്ന് തന്നെ തോന്നാം. ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ട്. ഇതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ പിൻച്ച് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ കൈ അല്ലെങ്കിൽ എവിടെയാണോ പെട്ടെന്ന് സ്കിൻ കാണാൻ പറ്റുന്നത്, ആ സ്കിന്നിനെ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് വിത്തിൻ 5 seconds അത് തിരിച്ച് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് അത് വിടുമ്പോൾ ഒരു 5 secondsനുള്ളിൽ അത് തിരിച്ചു പോയില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ എടുത്തിട്ട് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് അതങ്ങ് വിട്ട് കഴിഞ്ഞാൽ വിത്തിൻ 5 seconds അത് തിരിച്ചു പോകണം.
തിരിച്ചു പോയില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഇനീഷ്യലി ഞാൻ ചോദിച്ചിരുന്നു എത്ര പേർക്ക് തോന്നുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ആ ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഫീൽ ചെയ്യാം. നോർമൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ വിത്തിൻ 2 സെക്കൻഡ്സ് അത് തിരിച്ചു പോകും. 5 സെക്കൻഡിന് മുകളിലാണ് 5 സെക്കൻഡിന് കൂടുതൽ സമയം എടുത്തിട്ടാണ് നിങ്ങളുടെ സ്കിൻ തിരിച്ച് ആ ഒരു ലെവലിലേക്ക് പോകുന്നതെങ്കിൽ, നോർമൽ ആവുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആണ്. ഓക്കെ, ദാഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇഷ്യൂ അല്ല. നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാഹം മനസ്സിലാവാത്ത പല സിറ്റുവേഷൻസും ഉണ്ട്. എനിവേ, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് ഇവയാണ് പലപ്പോഴും നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള കാരണം. എന്തൊക്കെയായിരിക്കും? ചായ, കാപ്പി, പ്രത്യേകിച്ച് കാപ്പി. ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാരിലും വളരെ പെട്ടെന്ന് ശരീരം ഡീഹൈഡ്രേറ്റ് ആവും, അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും പല രീതിയിൽ. അത് വെള്ളം തന്നെ ആയിട്ടാണ് ഉണ്ടാവുന്നത്, അല്ലാതെ ഫ്ലൂയിഡിലേക്ക് മാറുന്നില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കേണ്ടത്. നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളതല്ല കണക്ക്, നിങ്ങളുടെ ശരീരം എത്രമാത്രം ഹൈഡ്രേറ്റഡ് ആണ് എന്നുള്ളതാണ് കണക്ക്. ഈ ഹൈഡ്രേഷനും വെള്ളം കുടിക്കുന്നതും തമ്മിൽ എങ്ങനെ വ്യത്യാസം മനസ്സിലാവുക? നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ചു, ഈ കുടിച്ച വെള്ളം മുഴുവനും മൂത്രത്തിൽ കൂടെ പുറത്തു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ യൂസ്. ഓക്കെ, ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ക്ലയന്റ്, അദ്ദേഹം രാവിലെ അപ്രോക്സിമേറ്റ്ലി വിത്തിൻ 9 o'clock രാവിലെ എഴുന്നേറ്റിട്ട് 2 to 2.5 hours അപ്രോക്സിമേറ്റ്ലി 2 liters മുകളിൽ വെള്ളം കുടിക്കും. അതിന്റെ റിസൾട്ട് എന്താണ്? അപ്രോക്സിമേറ്റ്ലി 3 to 4 times ആണ് അദ്ദേഹം രാവിലെ ടോയ്ലറ്റിൽ പോകുന്നത്. മൂത്രമൊഴിക്കാനല്ല, ടോയ്ലറ്റിൽ നിന്ന് മീൻസ് ലാട്രിൻ യൂസ് ചെയ്യുന്നത്. മലം അത്രമാത്രം ഫ്ലൂയിഡ് ആയിട്ടാണ് അല്ലെങ്കിൽ വെള്ളമായിട്ടാണ് പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇദ്ദേഹം വെള്ളം കുടിക്കുന്നത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ഹൈഡ്രേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് പല ആൽക്കഹോൾ യൂസേഴ്സിലും, അവരിലും അത് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നില്ല. വെള്ളം ഒരുപക്ഷെ ഒരുപാട് കുടിക്കുന്നുണ്ട് ആൽക്കഹോളിന്റെ കൂടെ, ബട്ട് നോ യൂസ്. ഓക്കെ, ഇന്റർസെല്ലുലാർ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിനകത്ത് വെള്ളത്തിന് കീറിപ്പറ്റാനുള്ള കഴിവ് കൂടിയാണ് ഇവിടെ വരുന്നത്, അല്ലെ? അതിലേക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ജ്യൂസസ്, പലതരത്തിലുള്ള ജ്യൂസസ് ഉണ്ട്. പ്രത്യേകിച്ചും ജ്യൂസ് എസൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസുകളും ഉണ്ട്, അല്ലെങ്കിൽ തിക്കായിട്ട് ഫോം ചെയ്യുന്ന രീതിയിലുള്ള ജ്യൂസുകളും ഉണ്ട്. പൊതുവെ ജ്യൂസസ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് നാച്ചുറൽ അല്ലെങ്കിൽ അവയെ പറയുന്നത്. നാച്ചുറൽ ജ്യൂസ് ആയിട്ടാണോ നമ്മൾ കുടിക്കുന്നത്? പലതും നാച്ചുറൽ ആയിട്ടല്ല. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വളരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. പലരും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് നേരെ തിരിച്ച്. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മിനറൽ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കുടിക്കണം എന്ന് തോന്നുന്നതിന് പകരം ഓക്കെ എന്നാൽ പിന്നെ ഒരു സ്പ്രൈറ്റോ മിറിൻഡോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പേരുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് വാങ്ങാന്ന് വിചാരിക്കും. എന്നിട്ട് എഗെയിൻ അദ്ദേഹം ഡീഹൈഡ്രേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എഗെയിൻ പെട്ടെന്ന് തന്നെ ദാഹിക്കും. ഗ്ലൂക്കോസ് ആയിട്ട് നമ്മൾ കഴിക്കുന്നില്ല, പക്ഷെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. എങ്ങനെയത്? നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൈക്കോജൻ ഫോർമേഷനിലാണ് ഗ്ലൂക്കോസ് പോയി നിൽക്കുന്നത്. അങ്ങനെ ഗ്ലൈക്കോജൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ ലിവറിനകത്ത് ഗ്ലൈക്കോജൻ ഫോം ചെയ്യണമെങ്കിൽ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെയും കൂടെ 2 മോളിക്യൂൾ വാട്ടർ ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 gram നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൈക്കോജൻ ഫോം ചെയ്യണമെങ്കിൽ അന്നത്തെ ദിവസം കൂടുതൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സ്മോക്കിംഗ്, സിഗരറ്റ്സ്, പുകവലിക്കാരിൽ വെള്ളം പൊതുവെ ഡീഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിലും ഡീഹൈഡ്രേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 75% ആൾക്കാരും സെല്ലുലാർ ലെവലിൽ ഡീഹൈഡ്രേറ്റഡ് ആണ്. 75, എനിക്കറിയില്ല ബാക്കിയുള്ള 25-ൽ ഞാനും നിങ്ങളും പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യത്തിനാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. ആൻഡ് വേറൊരു പ്രധാന കാര്യം മനസ്സിലാക്കാനുള്ളത്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഹേർട്ട് ഫെയിലിയർ, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നത്. 64% അവരിൽ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇൻട്രാസെല്ലുലാർ ഹൈഡ്രേഷൻ ഈസ് ദ കീ. കോശങ്ങൾക്കിടയിലും അതുപോലെ തന്നെ കോശങ്ങൾക്കകത്തുമുള്ള ഹൈഡ്രേഷൻ ആണ് പ്രധാനം. ഓക്കെ, നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അത് അയോൺ ഫോർമേഷനിലാണ്, അല്ലെ? സോഡിയം, ക്ലോറിൻ, മാഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, ഇതുപോലെയുള്ള പല ഇലക്ട്രോലൈറ്റുകളും ഉണ്ട്. ഇവയൊക്കെ കൂടിയിട്ടാണ് ശരീരത്തിന്റെ കോശങ്ങൾക്ക് അകത്തേക്കും കോശങ്ങൾക്ക് പുറത്തേക്കുമുള്ള മീൻസ് പൊട്ടാസ്യം പൊതുവെ കോശങ്ങൾക്ക് അകത്താണ് കാണുന്നതെങ്കിൽ സോഡിയം പുറത്താണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ആ ഒരു ഫ്ലൂയിഡ് ബാലൻസ് ആണ് പല ആൾക്കാരിലും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ എവിടെയാണ് ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷെ സോഡിയത്തിന്റെ അളവ് കൂടുകയോ കുറയോ ചെയ്യുന്ന സമയത്ത് പൊട്ടാസ്യം അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെയുള്ള കണ്ടീഷനിലാണ്
മറ്റ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് തെറ്റിയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ട് വെള്ളം വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ആ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരീരത്തിന്റെ അകത്ത് ബ്ലഡിനകത്തുള്ള pH വേറെയാണ്, അത് കുറച്ച് ആൽക്കലൈൻ ആണെങ്കിൽ, അതേ സമയത്ത് സ്റ്റൊമക്കിനകത്ത് വയറിനകത്തുള്ള pH വേറെയാണ്, അത് അല്പം അസിഡിക് ആണ്. ഓക്കെ, സോ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സംശയിക്കേണ്ടതില്ല, നമ്മൾ കുടിക്കുന്നത് കുറവ് തന്നെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞ 75% നമ്മളൊക്കെ വരുന്നുള്ളൂ. അപ്പോ എങ്ങനെയാണ് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? പൊതുവെ സോഡിയത്തിന്റെ അളവ്, വെറും പ്യുവർ വാട്ടർ ആണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറയും. പ്രത്യേകിച്ച് മിനറൽ വാട്ടറോ അല്ലെങ്കിൽ മിനറൽ ലെസ് വാട്ടറോ ഒക്കെയുള്ള പല വെറൈറ്റീസും വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മുടെ ശരീരത്തിന്റെ സോഡിയം കണ്ടന്റ് കുറഞ്ഞിട്ട് അത് വീക്ക്നെസ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഡിസ്റ്റർബ്ഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആയിരിക്കും തുടക്കം തന്നെ. ഓക്കെ, സോ എന്ത് കുടിക്കണം? പല ചോദ്യങ്ങളും വരുന്നുണ്ടെങ്കിലും അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചൂടുവെള്ളമാണോ നല്ലത്, അല്ല ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂടുവെള്ളമാണോ നല്ലത്, അല്ല തണുത്ത വെള്ളമാണോ നല്ലതെന്നാണ്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ചൂടുവെള്ളത്തിന് അതിൻ്റെതായിട്ടും തണുത്ത വെള്ളത്തിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തൊക്കെയാ? ഒന്ന്, ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ, ഇൻസൈഡ് ദ ബോഡി ടെമ്പറേച്ചർ നോർമൽ പുറത്തേതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ശരീരത്തിനെ മൊത്തത്തിലൊന്ന് തണുപ്പിക്കും. ഓക്കെ, അതുപോലെ BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരിലും പൊതുവെ ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ആങ്ഷ്യസ് ആണ്, ഉത്കണ്ഠാകുലനായിട്ടുള്ള ഒരാളാണ്, അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരല്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശമനം വരും. അത് തണുത്ത വെള്ളമാണ് കൂടുതൽ നല്ലത്. അതേസമയത്ത് ചൂടുവെള്ളത്തിനോ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെമറോയിഡ്സ്, പൈൽസ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ ബവൽ മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗട്ട് ഹെൽത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും, കിഡ്നിയുടെ ഹെൽത്തിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പല ആൾക്കാരും ഓൾറെഡി വീട്ടിലുള്ള പ്രായമുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സൈനസ് റിലേറ്റഡോ അല്ലെങ്കിൽ ശ്വാസകോശ ത്രോട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം പെട്ടെന്ന് തന്നെ, ഇളം ചൂടുവെള്ളം വളരെ ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ പലതരത്തിലുള്ള പ്യൂരിഫൈഡ് വാട്ടറും കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം അല്ല. എന്നാൽ പ്യൂരിഫിക്കേഷന്റെ ചില മെത്തേഡുകൾ, വെള്ളത്തിനെ ശുദ്ധീകരിക്കാനുള്ള ചില മെത്തേഡുകൾ, ഒന്ന് കൊയാഗുലേഷൻ എന്ന് പറയും. നമ്മൾ നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ ആ വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്യാൻ വിട്ടിട്ട് അത് അതിനകത്ത് ഒരു സെഡിമെന്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോൺസ്. അതിപ്പം സോഡിയം ക്ലോറൈഡ്, ഉപ്പ് അല്ലെ, സോഡിയം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ക്ലോറിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുമാണ്. ഇതുപോലെയുള്ള സാധനങ്ങളെ സെഡിമെന്റ്സ് ആയിട്ട് എടുത്തു കളയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. അതാണ് കൊയാഗുലേഷൻ മെത്തേഡ്. സെഡിമെന്റ് ഫിൽട്ടർ തന്നെയുണ്ട്. പല ആൾക്കാരുടെയും വീട്ടിൽ വാട്ടർ ഫിൽട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെഡിമെന്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് പുറത്ത് തന്നെ വലിയ വലിയ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെഡിമെന്റ് ഫിൽട്ടർ ഉണ്ട്. ഫിൽട്രേഷൻ മറ്റ് ചില മെത്തേഡുകളുണ്ട്, ലൈക്ക് ചരല് അല്ലെങ്കിൽ പൂഴി, അതുപോലെ തന്നെ കാർബൺ ഫിൽട്രേഷൻ മെത്തേഡുകൾ. ഇങ്ങനെയുള്ള മെത്തേഡുകൾ, ഈവൻ കാർബൺ മെത്തേഡുകളൊക്കെ അതിനകത്തുള്ള ബാക്ടീരിയ, വൈറസ് പോലെയുള്ളതിനെ പോലും കളയാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളതാണ്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിന് ഹൈലി സാൾട്ടഡ് അല്ലെങ്കിൽ ഹൈലി അയോണിക് ആയിട്ടുള്ള വെള്ളത്തിന് അതിന്റെ സെമി പെർമിയബിൾ മെംബ്രെയിൻ മുഖേന റിവേഴ്സ് പ്രോസസ്സിൽ ശുദ്ധവെള്ളത്തിലേക്ക് മാറ്റിയെടുക്കുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞതാണ്. അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ബാക്ടീരിയാസിനെ, വൈറസിനെയൊക്കെ കില്ല് ചെയ്യുന്ന ബാക്ടീരിയക്കാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഈ അൾട്രാ വയലറ്റ് റേ അതിലൂടെ വെള്ളം പാസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് കൊണ്ട് ബാക്ടീരിയാസിനെ കൊന്നുകളയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. വെള്ളത്തിനെ ആവിയാക്കി എടുത്തിട്ട് ഈ ആവിയെ തിരിച്ച് വെള്ളമാക്കുന്ന മെത്തേഡ്. അതിനകത്ത് ഒരു തരത്തിലുള്ള മെറ്റീരിയൽസും, വേസ്റ്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈവൻ ബാക്ടീരിയയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് സാധാരണഗതിയിൽ ബാറ്ററിയിലൊക്കെ ഒഴിക്കുന്ന വെള്ളത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? പക്ഷെ ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വേണ്ട അയോണുകൾ, ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, ഇതുപോലെയുള്ള വേണ്ട അളവിൽ ആവശ്യമുള്ള
മിനറലുകളെ അത് റിമൂവ് ചെയ്യും. RO ആയാലും ശരി, ഫിൽട്രേഷൻ പ്രോസസ്സ് ഏത് രീതിയിലും ഉപയോഗിച്ചോട്ടെ, ഇതിൽ നിന്നൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അതിലും പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ആ സാൾട്ട് ലെവൽ എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു പ്രോസസ്സിന്റെ പ്രശ്നം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് 100% നല്ലതാണെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ അർത്ഥം. നിങ്ങൾ ദിവസം കുളിക്കുന്നുണ്ട്, പക്ഷെ ഈ കുളിക്കുന്നത് കൊണ്ട് നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് പോലെ. അതല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, വളരെ കൂടുതലായിട്ട് പ്യൂരിഫൈ ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാ? ഗോതമ്പിന്ന് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നതാണ് മൈദ. ഈ മൈദയെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? നല്ലതല്ലെന്ന്. എക്സ്ട്രീം ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എന്തും നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ മുഴുവൻ ഫുഡ്, ഹോൾ ഫുഡിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിനെ പറ്റി പറയേണ്ടത് ഹോൾ വാട്ടർ ആണ്. മുഴുവനായിട്ടുള്ള, പ്രത്യേകിച്ചും നല്ല പുഴകളിൽ നിന്നോ അല്ലെങ്കിൽ നല്ല അരുവിയിൽ നിന്നോ ഈവൻ കിണറ്റിൽ നിന്നൊക്കെയുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫിൽട്രേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാതിരിക്കുക. മറ്റൊരു തരത്തിലുള്ള വെള്ളമുണ്ട്, ആൽക്കലൈൻ വാട്ടർ. pH 10, pH 9, അല്ലെങ്കിൽ ഈവൻ ഇപ്പോ അടുത്തിടെ ഞാൻ ഇതിന്റെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് വേറൊരാള് എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാട്ടർ ബോട്ടിൽ ഏതാണ് എന്ന് പറഞ്ഞിട്ട് 9.8 ആണ് അതിന്റെ pH. ആൽക്കലൈൻ വാട്ടർ നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല? എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ആൽക്കലൈൻ മെറ്റൽസ് അടങ്ങിയിരിക്കുന്ന വെള്ളമാണ് ആൽക്കലൈൻ വാട്ടർ. കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഫെറസ്, ഇതുപോലെയുള്ള അയൺ, ഇതുപോലെയുള്ള ആൽക്കലൈൻ മെറ്റൽസ് ആണ് അതിനകത്ത് അയോണൈസ്ഡ് ഫോമിൽ ഉണ്ടാവുന്നത്. അങ്ങനെ അയോണൈസ്ഡ് ആയിട്ടുള്ള ഫോം ആണെങ്കിൽ അതിന് ശരീരത്തിനകത്ത് റിയാക്ടിവിറ്റി കുറച്ച് കൂടുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ അബ്സോർബ് ചെയ്തെടുക്കാനൊക്കെ കഴിവുണ്ടാവും. ഈവൻ അതിന് ORP അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യലിന് വരുന്നുണ്ട്. വെള്ളത്തിന് അങ്ങനെ ഒരു ആന്റി ഓക്സിഡന്റ് എഫക്ട് കൂടി അതിന്റെ ഒന്നിച്ച് കിട്ടും. ബട്ട് ജനറലി ആൽക്കലൈൻ വാട്ടർ ആണെങ്കിൽ 8 to 9 ആണ് ശരീരത്തിന് നല്ലത്. ഇത് ശരീരത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ശരീരത്തിനകത്ത് ഓൾറെഡി ആസിഡ് ആണുള്ളത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ സ്റ്റൊമക്കിലുള്ള ആസിഡ് മേ ബി 3 to 4 അല്ലെങ്കിൽ 2 to 4 ആണ് ആസിഡിന്റെ നോർമൽ pH. ആ pHലേക്ക് 8 to 9 ഉള്ള pH ഉള്ള വെള്ളം ചെല്ലുന്ന സമയത്ത് ആസിഡിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ അത് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മിനറൽ നമ്മുടെ ശരീരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് എഫക്ട് ഉണ്ട്. എന്നാൽ 1-2 കാര്യങ്ങളിൽ ഇതിനകത്ത് ഒത്തിരി ബെനിഫിറ്റ്സ് പല ആൾക്കാരും പറയാറുണ്ട്. ആന്റി ഏജിങ് എഫക്ട് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ആന്റി ക്യാൻസർ എഫക്ട് ഉണ്ട്, BP, ഷുഗർ, ഡയബറ്റീസ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ബെനിഫിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലതും പറയാറുണ്ട്. ബട്ട് അതിലേക്കൊക്കെ ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല. കുറച്ചൊക്കെ നടന്നിരിക്കുന്നത് ചില അനിമൽ സ്റ്റഡീസ് ആണ്. അത് തന്നെ 70 80 എലികളിലും അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര തന്നെ മനുഷ്യരിലൊക്കെ ചെയ്ത ചില പഠനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഒരു 100% ഗ്യാരണ്ടി ഒന്നിനും കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നാൽ ചില കാര്യങ്ങളിൽ സ്ഥിരമായിട്ട് ആൽക്കലൈൻ വാട്ടർ, പ്രത്യേകിച്ചും pH വളരെ കൂടിയ ആൽക്കലൈൻ വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈക്ക് ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റ് മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് ഡിസ്റ്റർബ് ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈക്ക് ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, പൊട്ടാസ്യം ശരീരത്തിന് കോശങ്ങൾക്ക് അകത്താണ്, എന്നാൽ സോഡിയം കോശങ്ങൾക്ക് പുറത്താണ്. പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ സോഡിയത്തിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ ഇംബാലൻസ് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ശരീരത്തിൽ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷീണം ഉണ്ടാവും. അത് മാത്രമല്ല, സോഡിയം കുറഞ്ഞ ആൾക്കാരിൽ, പ്രത്യേകിച്ചും പ്രായമുള്ളവരിൽ മറ്റു പല ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. സോ ആൽക്കലൈൻ വാട്ടർ ഒരു സൊല്യൂഷൻ ആയിട്ട് എല്ലാത്തിനും എടുക്കേണ്ടതില്ല. എന്നാൽ അത് ടെമ്പററി, കുറച്ചു കാലത്തേക്ക് നോർമൽ pH ഒക്കെ ഉള്ളതാണെങ്കിൽ അത് വളരെ ബെനിഫിറ്റഡ് ആയിരിക്കാം. ആൻഡ് കോഷൻ നോട്ട് ഫോർ കിഡ്നി പേഷ്യൻസ്. കിഡ്നി പേഷ്യൻസ് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാർബണേറ്റ് റീസൺ എന്താണ്? മിനറൽ കണ്ടൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കാർബണേറ്റഡ് വാട്ടർ, ഇങ്ങനെയൊരു വെള്ളത്തിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് സോഡ ആണ് മനസ്സിൽ വരുന്നത്. സോഡ മാത്രമല്ല, ചില ആൾക്കാർ ഈവൻ കൊക്കക്കോളയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇവിടെ പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനേതും ഒക്കെ കാർബണേറ്റഡ് വാട്ടറിൽ വരുന്നുണ്ടാവും. നോർമലി സോഡ മാത്രം കഴിച്ചിട്ടുള്ള ഒരാള് ഈവൻ അദ്ദേഹത്തിന് സ്പ്രൈറ്റോ കൊക്കക്കോളയോ പോലെയുള്ള ഒരു ലിക്വിഡ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ നാവിൽ പക്ഷേ ഒരു എരിച്ചിൽ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാവ് ആ ഹൈ pH ഉള്ള അല്ലെങ്കിൽ ഹൈ അസിഡിക് ആയിട്ടുള്ള ആ ഒരു വെള്ളം അല്ലെങ്കിൽ സ്പ്രൈറ്റും ആയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല.
ഇത് എവിടെയാണ്, പ്രത്യേകിച്ച് കുട്ടികളിലാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക. ഭക്ഷണത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരുമ്പോൾ പോലും കുട്ടികളിലാണ് അത് ആദ്യം മനസ്സിലാവുക. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ ഞാൻ നേരത്തെ ആൽക്കലൈൻ ഇതിനെപ്പറ്റി പറഞ്ഞു, എത്രയാണ് pH 8 to 9 ആണ് നല്ലതെങ്കിൽ. ഇവിടെ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സാധനം എന്താണ്? കാർബോണിക് ആസിഡ് ആണ്. ഈ കാർബോണിക് ആസിഡ് നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? വെള്ളത്തിന് ഹൈ പ്രഷർ കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടും. ഈ കാർബോണിക് ആസിഡ് ആവുന്ന സമയത്ത് അത് എത്രമാത്രം പ്രഷർ ചെയ്ത് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്തേക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അതിന്റെ pH വേരിയേഷൻ ഉണ്ടാവും. നോർമലി നല്ല ഒരു കാർബണേറ്റഡ് വാട്ടർ 5.5 to 6.5 pH മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് മർദ്ദത്തിൽ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ pH 3 to 4 വരെ ആവാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശരീരത്തിനകത്ത് ഓൾറെഡി ഉള്ള ആസിഡിന്റെ അതേ ലെവലിലേക്ക്. അത് പക്ഷെ ഗുണം ചെയ്യില്ല, പലപ്പോഴും ദോഷം ചെയ്യും. സോ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് സാച്ചുറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാച്ചുറേഷൻ എഫക്ട് അല്ലെങ്കിൽ ഫുൾനെസ്, വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് കൊടുക്കും, നമുക്ക് മതി എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇംപ്രൂവ്സ് ഗ്രലിൻ. ഗ്രലിൻ എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിന്റെ ഹോർമോൺ ആണ്. സോ അവിടെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ റിലീസ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് സ്റ്റൊമക് പെയിൻ, മലബന്ധം അതുപോലെ തന്നെ വയറുവേദന ആയിട്ടുള്ള ചില ഇഷ്യൂസിൽ ഇത് ഗുണം ചെയ്യും. ബോർ എഫക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജനെ ടിഷ്യൂ ലെവലിൽ കോശങ്ങളിലേക്ക് ഓക്സിജനെ കൂടുതൽ അബ്സോർബ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റിനെയാണ് ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടും കാർബണേറ്റഡ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അവിടെയാണ് പെട്ടെന്ന് നമുക്ക് എനർജി ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉച്ചയ്ക്കൊക്കെ ഒരു നാരങ്ങ സോഡ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനർജി ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഓക്സിജൻ കൂടുതൽ സ്പ്ലിറ്റ് ആയിട്ട് കൂടുതൽ ഓക്സിജനെ ബ്ലഡിലേക്ക് എത്തിച്ച് ഈ ബ്ലഡ് പെട്ടെന്ന് എനർജൈസ് ആവുന്ന, അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് കൂടുതൽ എനർജി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ടാണ്. ഓക്കെ, ബട്ട് ഡിസഡ്വാൻറ്റേജസ് പ്രധാനമായിട്ട് കാർബണേറ്റഡ് വാട്ടറിനല്ല. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് എങ്ങനെയാണ്? ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന മറ്റു പല ഇൻഗ്രീഡിയൻസും കൊണ്ടാണ്. പ്രധാനമായിട്ട് ഷുഗർ. ഓക്കെ, ഷുഗർ മാത്രമല്ല, ചിലപ്പോൾ അതിനകത്ത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ടാവാം, സോഡിയം ഉണ്ടാവാം, ഫോസ്ഫറസ് ഉണ്ടാവാം. ഇതൊക്കെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലേവർ കൊടുക്കാനോ ഒക്കെ ചേർക്കുന്നതായിരിക്കാം. പക്ഷെ അത് ശരീരത്തിന് എങ്ങനെ ദോഷം വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കട്ടെ. മറ്റു പല ഫുഡ് ഇൻഗ്രീഡിയൻസും ഉണ്ട്, ഇൻക്ലൂഡിങ് കൂടുതൽ ഷുഗർ. ഈ മുമ്പൊക്കെ ഒരു വീഡിയോ വരാറുണ്ടായിരുന്നു, നമ്മൾ കൊക്കക്കോളയെ ചൂടാക്കി കഴിഞ്ഞാൽ 200 ml കൊക്കക്കോളയെ ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് 16 to 20 ടീസ്പൂൺ ആണ് ഷുഗർ വരുന്നതെന്ന്. അപ്പൊ ഇത്രയും ഷുഗർ നമുക്ക് ഒരുമിച്ച് 200 ml കൂടെ നമ്മൾ കലക്കി കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ക്വിനൈൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് പൊതുവെ ഈ ഷുഗറിന്റെ മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ക്വിനൈനും കൂടി ആകുമ്പോഴേക്കും പലതരത്തിലുള്ള ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഒരുപക്ഷെ കൊക്കക്കോളയോ മറ്റു പല ലിക്വിഡോ യൂസ് ചെയ്യുമ്പോൾ അത്തരം ലിക്വിഡ് നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ദോഷം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. ആൻഡ് സോഡിയം ഇവിടെ ഞാൻ പറഞ്ഞു. നേരത്തെ ആൽക്കലൈൻ വാട്ടറിൽ പൊട്ടാസ്യത്തിനെ പറ്റി പറഞ്ഞെങ്കിൽ ഇവിടെ സോഡിയത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സോ ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം ലിക്വിഡ് കൊണ്ട് ഡിസ്ട്രോയ്സ് എനാമൽ, പല്ലിന്റെ എനാമലിന് വളരെ ദോഷകരമാണ്. ഫ്ലൂറൈഡിന്റെ ടോട്ടൽ കപ്പാസിറ്റി മാറും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇംബാലൻസ് സംഭവിക്കും. ഫ്ലൂറിനേഷൻ നമ്മുടെ എനാമലിന് വളരെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അത് ppm 900 ppm 916 ppm എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ നിങ്ങൾ പേസ്റ്റിൽ, ടൂത്ത് പേസ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡിസ്റ്റർബ്സ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ശരീരത്തിനകത്തുള്ള ഇലക്ട്രോലൈറ്റിനെ പറ്റി നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. സോ അവിടെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. ഡാമേജസ് ബോൺ മിനറൽ ഡെൻസിറ്റി. എങ്ങനെയാണ്? ഫോസ്ഫറസിന്റെ അളവ് കൂടുമ്പോൾ കാൽസ്യം സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കുറയും. സോ ഇത്തരം കാർബണേറ്റഡ് ഡ്രിങ്കുകളുടെ ഉപയോഗം വളരെ കൂടിയത് കൊണ്ടാകാം ഒരു പക്ഷേ ആൽക്കലൈൻ വാട്ടറിന് ഇത്രമാത്രം പ്രചാരം വന്നത് ഇന്ന്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന പലതും കാൽസ്യം, പൊട്ടാസ്യം പോലെയുള്ളതാണ്. ഇവിടെ സോഡിയം, ഫോസ്ഫറസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില സാധനങ്ങളാണ്. ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് ഒരു പക്ഷേ പ്രോപ്പർ ആവുന്നത് കൊണ്ട് അത്തരം ആൾക്കാരിൽ ഗുണം കിട്ടുന്നുണ്ടാകാം. ഓക്കെ, സോ എന്താണ് ശരിക്കും കഴിക്കേണ്ടത്? എന്ത് തരത്തിലുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്? അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എയറേറ്റഡ് ഡ്രിങ്ക്സിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജ്യൂസസ് ഒത്തിരി ഉണ്ട്. ആൽക്കഹോൾ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും ആൾക്കാർ കണ്ടുപിടിക്കാം. വെള്ളത്തിന് തന്നെ അങ്ങനെ ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ടല്ലോ, ഷുഗറി ഡ്രിങ്ക്സ്. ഹെൽത്തിയർ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ജസ്റ്റ് ഒന്ന് നോക്കൂ. വാട്ടർ അല്ലെങ്കിൽ വെറും വെള്ളം അല്ലെങ്കിൽ ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്ന് പറയാം. നമ്മളൊരു പുതിന ഇലയോ അല്ലെങ്കിൽ തുളസി ഇലയോ ഒക്കെ ഇട്ട വെള്ളം, ഈവൻ നാരങ്ങ പോലും. ഓക്കെ, നാരങ്ങ നമ്മൾ അവിടെ കുടിക്കുന്നില്ല.
നാരങ്ങയുടെ ഇൻഫ്യൂഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ഫ്ലേവർ ആണ് ഉണ്ടാവുന്നത്. നമ്മുടെ നല്ല തെങ്ങിനെടുത്ത നല്ല കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങ വെള്ളം. ഹെൽത്തി വെജി ജ്യൂസ്. പലതരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസിൽ എന്തൊക്കെ വെജിറ്റബിൾസ് നമ്മൾ ജ്യൂസ് ആക്കി കഴിക്കാറുണ്ട്? ഇതൊരു പക്ഷേ ഡീറ്റോക്സ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പോലും ഇന്നിപ്പം പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫ്രൂട്ട് ജ്യൂസും വെജിറ്റബിൾ ജ്യൂസും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. സോ പലതരത്തിലുള്ള മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. എങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്താണ് ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കുടിച്ചു തീർക്കുന്ന, അതും അല്ലെങ്കിൽ മറ്റ് പല ലിക്വിഡ്സും നമ്മൾ ഉപയോഗിക്കും, എന്നിട്ട് പറയും നമ്മൾ അത് കുടിച്ചു, അതുകൊണ്ട് ഇനി വേറെ വെള്ളത്തിന്റെ ആവശ്യമില്ല. മറ്റ് ഏത് വെള്ളവും മീൻസ് മറ്റ് ഏത് ജ്യൂസും അല്ലെങ്കിൽ ഏത് ചായ കാപ്പി പോലെയുള്ള സാധനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസിയെ ഒഴിവാക്കാൻ വേണ്ടി ആവരുത്. ടേക്കിംഗ് ടു മച്ച് ഷുഗർ. പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചില ആൾക്കാരിൽ നല്ലോണം പഞ്ചസാര ഇട്ട് കഴിച്ച ചായക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കാൻ തോന്നുന്നത്. ഡ്രിങ്കിങ് വൈൽ ഈറ്റിംഗ്. ഇതും ഒരു തെറ്റായ കാര്യമാണ്. എക്സ്ട്രീംലി കോൾഡ് വാട്ടർ. പൊതുവെ ഹോട്ട് ആയിട്ടുള്ള അത്രയും തിളച്ച വെള്ളം നമ്മൾ പൊതുവെ കുടിക്കാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് എക്സ്ട്രീംലി കോൾഡ് വാട്ടർ കുടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം അറിയുന്നുണ്ടാവില്ല, ബട്ട് സ്ലോലി അദ്ദേഹത്തിന് ആ ഒരു ഫീല് കിട്ടും. സോ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എത്ര വെള്ളം കുടിക്കണമെന്ന് നമ്മൾ ഒരു ദിവസം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. സോ അത് പ്രത്യേകിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 ലിറ്ററോ 2.5 ലിറ്ററോ ഒന്നും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ 2.5 ലിറ്റർ വെള്ളം മാറ്റി വെച്ചിട്ട് അത് രാവിലെ മുതൽ വൈകിട്ട് 5 മണി 6 മണി ആകുമ്പോഴേക്ക് തീർക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ പ്രയാസപ്പെടുമായിരിക്കും, പക്ഷെ പിന്നീട് അതൊരു ശീലമാവും. ഇൻഫ്യൂസ്ഡ് വാട്ടർ ശരിക്കും അതിനൊരു നാച്ചുറൽ ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദാഹം തോന്നാതിരിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം തോന്നാതിരിക്കാനോ കൂടുതൽ പ്രാവശ്യം ചവക്കാൻ ശ്രദ്ധിക്കുക. ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലെങ്കിൽ പോലും അവരുടെ കുട്ടികൾക്കോ കൊച്ചുമക്കൾക്കോ ഒരു ചപ്പാത്തിയുടെ കഷ്ണോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അല്പം ചോറോ കൊടുത്തതിന് ശേഷം ഒരിറക്ക് വെള്ളം കൊടുക്കുന്ന സ്വഭാവമുള്ളവര്. ശരിക്കും ഡൈജഷൻ എൻസൈംസ് ഒക്കെ അങ്ങ് ഡൈല്യൂട്ട് ആവുന്നു മാത്രമല്ല, പ്രോപ്പർ ഡൈജഷൻ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ശരി ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഒരു മോശം ഹാബിറ്റിലേക്ക് കൂടി പോവുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ടൈമേഴ്സും ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ട്. വാട്ടർ റിമൈൻഡേഴ്സ് തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ പലതരത്തിലുള്ള ആപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആപ്പ് മുഖേനയൊക്കെ നമുക്കൊരു റിമൈൻഡറും ഈവൻ നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ബേസിലൊക്കെ നമുക്ക് എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വിന്ററിനെ സംബന്ധിച്ച് തണുപ്പ് കാലത്ത് നമ്മൾ ഒരു പക്ഷെ ഉപയോഗിക്കുന്ന വെള്ളം കുറവാണെങ്കിലും സമ്മറിൽ അത് കൂടുന്നത് നമുക്ക് മനസ്സിലാവും, കൂട്ടേണ്ട ആവശ്യം നമുക്ക് ബോധം വരും. ആൻഡ് ദ ബെസ്റ്റ് തിങ്, ക്യാരി ടു ഡ്രിങ്ക് ഇറ്റ്. നിങ്ങൾ എത്ര വെള്ളം കയ്യിൽ എടുത്ത് നടക്കുന്നുണ്ടോ അത് മുഴുവനും കുടിച്ചു തീർക്കാൻ എന്തായാലും സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ക്യാരി ടു ഡ്രിങ്ക് ഇറ്റ്. നിങ്ങൾ അത് കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾ തന്നെ കൊണ്ടു നടക്കുക. അത് വളരെ ബെനിഫിറ്റഡ് ആണ്. ഓക്കെ, സോ ഇന്ന് വെള്ളത്തിന്റെ വിശേഷങ്ങൾ ഇത്രയും കൊണ്ട് ഞാൻ തീർക്കുകയാണ്. താങ്ക് യു ആൻഡ് ബാക്ക് ടു പോസ്റ്റ്.